അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് മാക്സിമം എൻഫോഴ്സ്മെന്റ് എന്ന കർശനമായ കുടിയേറ്റ നയം നടപ്പാക്കുന്നുണ്ട്. ഈ നയം പലപ്പോഴും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള അതിക്രമങ്ങളെക്കുറിച്ച്. ഒക്ടോബർ 4-ന് ലോസ് ഏഞ്ചലസിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിന് പുറത്ത് നടന്ന ഒരു സംഭവം വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ ഒരു സ്ത്രീ ഫെഡറൽ ഏജന്റുമാരുടെ വഴിതടയാൻ ശ്രമിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ 4 പുരുഷ ഏജന്റുമാർ അവരെ ലക്ഷ്യമാക്കി നീങ്ങി. അവർ കറുത്ത ടാക്ടിക്കൽ ഗിയർ, ഹെൽമെറ്റുകൾ, DHS ജാക്കറ്റുകൾ എന്നിവ ധരിച്ചിരുന്നു. ഒരു ഏജന്റ് അവളെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ചെറുത്തുനിന്നു, നിലത്തിരുന്നു. അപ്പോൾ വീഡിയോയിൽ ഏജന്റുമാർ അവളെ നിലത്തേക്ക് തള്ളിയിടുന്നത് കാണാം. ഒരു ഏജന്റ് അവളെ വലിച്ചു, മറ്റൊരു ഏജന്റ് അവളുടെ മേൽവസ്ത്രം ഊരിയെടുക്കാൻ തുടങ്ങി. അടുത്തുള്ള ആളുകൾ ഈ നാണംകെട്ട പ്രവൃത്തി കണ്ടപ്പോൾ വളരെ ദേഷ്യപ്പെട്ടു. സിവിൽ റൈറ്റ്സ് ഗ്രൂപ്പുകൾ ഈ നടപടി ക്രൂരമാണെന്ന് പറഞ്ഞു. DHS ഈ സംഭവത്തെക്കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. DHS വക്താവ് പറഞ്ഞത്, ആ സ്ത്രീ പ്രവേശന കവാടം തടയാൻ ശ്രമിക്കുകയും ഉത്തരവുകൾ അനുസരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു എന്നാണ്. തുടർന്ന് ഏജന്റുമാർ അവളെ റോഡിൽ നിന്ന് മാറ്റുകയായിരുന്നു. എന്നിരുന്നാലും അവരുടെ ഏജന്റുമാർ തെറ്റ് ചെയ്തതായി DHS സമ്മതിക്കുന്നുമുണ്ട്. ഈ സംഭവം കുടിയേറ്റ ഏജൻസികളുടെ ക്രൂരമായ പെരുമാറ്റമാണ് കാണിക്കുന്നത്. സിവിൽ അവകാശങ്ങൾക്കായി പോരാടുന്ന ഗ്രൂപ്പുകൾ ഇത്തരം നടപടികളെ അപമാനകരമായ പെരുമാറ്റമെന്നാണ് വിളിക്കുന്നത്. ICEയും DHSഉം സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമിടുന്നതായാണ് അവർ ആരോപിക്കുന്നത്. സംഭവം മുഴുവൻ കുടിയേറ്റ സംവിധാനത്തെയും ചോദ്യം ചെയ്യുന്നതാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ദേശീയ ഗാർഡിന്റെ സഹായമില്ലാതെ തന്നെ ഫെഡറൽ ഗവൺമെന്റിന്റെ നിയമപാലക ഏജൻസികൾ സൈനിക ഉപകരണങ്ങളും തന്ത്രങ്ങളും സാധാരണ പൗരന്മാർക്കെതിരെ ഉപയോഗിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഒക്ടോബർ 1-ന് പുലർച്ചെയുണ്ടായ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് യുദ്ധസമാനമായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അന്ന് രാത്രി ചിക്കാഗോയിലെ തെക്കൻ തീരത്തുള്ള ഒരു താഴ്ന്ന വാടക അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ പുലർച്ചെ 1 മണിയോടെയാണ് ആളുകൾ മേൽക്കൂരയിൽ ബൂട്ടുകളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. ഉദ്യോഗസ്ഥർ കെട്ടിടത്തിലെ ഓരോ വാതിലും തകർത്ത് അകത്ത് കടന്നു. വാതിലുകളിലൂടെ ഫിങ്കുകൾ തകർക്കാനും ഫ്ലാഷ് ബാങ്ക് ഗ്രനേഡുകൾ ഉപയോഗിച്ച് അപ്പാർട്ട്മെന്റുകൾ ശൂന്യമാക്കാനും അവർ കഴിഞ്ഞു. രേഖകളില്ലാത്ത ഗാംഗങ്ങളെ പിടികൂടാനെന്ന വ്യാജേന പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും അവർ സിപ്പ് ടൈകൾ ഉപയോഗിച്ച് കെട്ടി പുറത്തെത്തിക്കുകയും ചെയ്തു. അതേസമയം അമേരിക്കയിൽ ധനപ്രതിസന്ധിയെ തുടർന്നുള്ള ഷട്ട് ഡൗൺ 10-ാം ദിവസത്തിലെത്തിയതിന് പിന്നാലെ ഫെഡറൽ ജീവനക്കാരെ ഔദ്യോഗികമായി പിരിച്ചുവിടാൻ ആരംഭിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. റിഡക്ഷൻ ഇൻ ഫോഴ്സ് ആരംഭിച്ചതായി ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് ഡയറക്ടർ റസൽ വോട്ട് സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഫെഡറൽ ജീവനക്കാരുടെ സ്ഥിരം പിരിച്ചുവിടലിലേക്ക് സർക്കാർ കടന്നുവെന്ന് ഇതോടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ പിരിച്ചുവിടൽ ബാധിക്കും. ഷട്ട് ഡൗൺ കാരണത്ത് അത്യാവശ്യമല്ലെന്ന് കരുതുന്ന ജീവനക്കാർക്ക് RIF നോട്ടീസ് പോയിട്ടുണ്ടെന്ന് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് വക്താവ് പറഞ്ഞിട്ടുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.